ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വാസ്തു കൂടാതെ പിന്നെ മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇവിടെ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല വിധത്തിലുള്ള, കാരണം ഇപ്പം ഈ ചൊവ്വാദോഷം കൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടക്കാണ്ടുണ്ട്. അതെ. പിന്നെ 7ാം ഭാവത്തിൽ പാപന്മാർ വന്നു കഴിഞ്ഞാൽ ജാതക സംബന്ധമായിട്ട് ദോഷങ്ങൾ ഉണ്ട് താനും, പെട്ടെന്ന് മാരേജ് നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സംബന്ധമാകുമ്പോൾ അത് സംബന്ധമായിട്ട് നമ്മൾ ശരിക്ക് ആ ജാതകം നോക്കി അതിനെ ശരിക്ക് മനസ്സിലാക്കി സ്റ്റഡി ചെയ്തിട്ട് അവരോട് പറയണം ഇന്ന ദോഷങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ 7 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കും ശ്ലോകം എന്ന് പറഞ്ഞാൽ ധനേ വേയച്ച പാതാളേ ജാമിത്രേ ച അഷ്ടമേ കുജഹ സ്ത്രീണാം ഭർത്തൃവിനാശായ ഭർത്തൃണാം ദാരനാശനം. അതായത് ധനം എന്ന് പറഞ്ഞാൽ 2ാം ഭാവം, വ്യയം എന്ന് പറഞ്ഞാൽ 12ാം ഭാവം, പാതാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ഭാവം, ജാമിത്രം എന്ന് പറഞ്ഞാൽ 7ാം ഭാവം, അഷ്ടമം എന്ന് പറഞ്ഞാൽ 8ാം ഭാവം. ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വയോ മറ്റ് പാപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൂര്യനും ഗ്രഹങ്ങളിൽ രാജാവാണ്, പക്ഷേ അതും വിവാഹ സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പോൾ പാപഗ്രഹമാണ്. സൂര്യനോ രാഹുവോ കേതുവോ ശനിയോ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളോ ചൊവ്വയോ നിന്ന് കഴിഞ്ഞാൽ അവരുടെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യെസ്. 8ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർ വിധവ ആകാനുള്ള യോഗമുണ്ട്. യെസ്. അതിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ യോഗമോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ വിധവയായിട്ട് മരിക്കുള്ളൂ. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയെന്നൊരുമില്ല, പക്ഷെ എങ്ങനെയായാലും വിധവയാകാനുള്ള യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് പറയുമ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ 7 ശനി, സപ്പോസ് ഇൻ ദ 7th ഹൗസ് ഇഫ് ശനി ഇസ് സ്റ്റാൻഡിങ്, ഡെഫിനറ്റ്ലി ദാറ്റ് മാരേജ് വിൽ ബി ഡിലേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശനി നിന്നുണ്ട്. കാരണം ശനിക്ക് പേര് തന്നെ അസ്ട്രോളജിക്കലി മന്ദൻ എന്നാണ്. മന്ദം ചലിക്കുന്നതുകൊണ്ടാണ് മന്ദൻ എന്ന്. ജാതകം നോക്കിക്കഴിഞ്ഞാൽ മാന്ന് എഴുതിയിട്ടുണ്ടാകും, നമുക്ക് മനസ്സിലാവില്ല, എല്ലാവർക്കും മനസ്സിലാവില്ല. മാന്ന് എഴുതി കഴിഞ്ഞാൽ ശനിയാണ്. ശരിക്കും നമുക്ക് ശനിക്ക് ഷാന്നല്ല എഴുതേണ്ടത്, മാന്താണ് എഴുതിക്കുക. കാരണം മന്ദൻ എന്നാണ് അതിൻ്റെ അസ്ട്രോളജിക്കൽ അല്ലേ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു രാശിയിൽ നിന്ന് ശനിക്ക് അടുത്ത രാശിയിലേക്ക് പോകാൻ 2.5 വർഷം എടുക്കും. ചന്ദ്രനാണെങ്കിൽ 2.25 ദിവസം എടുക്കുകയുള്ളൂ. സൂര്യനാണെങ്കിൽ 1 മാസം എടുക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ബുധനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം കഷ്ടിച്ചെടുക്കുകയുള്ളൂ. ശുക്രനെയാണെന്നുണ്ടെങ്കിൽ 30 to 40 ഡേയ്സ് എടുക്കുകയുള്ളൂ. പിന്നെ വ്യാഴത്തിനാണെന്നുണ്ടെങ്കിൽ 1 വർഷം എടുക്കും. രാഹു കേതുകൾക്ക് 1.5 വർഷം എടുക്കും. പക്ഷേ ശനിക്ക് പർട്ടിക്കുലർലി 2.5 വർഷം തന്നെ എടുക്കും. അപ്പോൾ ഇതിന് പരിഹാരമാർഗം താങ്കൾ? അപ്പോൾ പരിഹാരമാർഗം ആ ജാതകം നോക്കിക്കഴിഞ്ഞിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, പിന്നെ ഇതിൻ്റെ ഒരു രാശിയും കൂടെ ഞാൻ എടുക്കും. രാശി എടുത്ത് നോക്കിയിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ബാധകളുണ്ടോ ഇല്ലെന്ന്. ബാധയെന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ, പ്രത്യേകിച്ച് വല്ല ബാധകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള വഴിപാടുകളാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. വഴിപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാരേജ് സംബന്ധമായിട്ട് ദേവി ചുവ നിൽക്കണമെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യനും ദേവിക്കുമുള്ള വഴിപാടുകളാണ് കൂടുതൽ പറയുന്നത്. ശനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്താവിനും ശിവനുമുള്ള വഴിപാടുകളാണ് പറയുന്നത്. കേതു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗണപതിക്കും മായക്കും ദേവിക്കുമുള്ള വഴിപാടുകളാണ് പറയുന്നത്. ഇപ്പോൾ 7ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന വഴിപാടുകൾ നടത്താനായിട്ട് പറയുന്നത്. ചിലരുടെ ജാതകത്തിൽ തന്നെ കാലസർപ്പദോഷം ഉണ്ടാവും. അപ്പോൾ കാലസർപ്പദോഷം ഉണ്ടെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് ദുരിതങ്ങൾ വരും. മനക്കേടുകളൊക്കെ, നാണക്കേട്, മാനക്കേട്, ഇങ്ങനെയുള്ള ചീത്തപ്പേരുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാരങ്ങൾ, ഇപ്പോൾ കാലസർപ്പദോഷമാണെന്നുണ്ടെങ്കിൽ കാലസർപ്പ ശാന്തി തന്നെ ഉണ്ട്. പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൂജാ കാര്യങ്ങൾ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് പൂജ ചെയ്യുന്നില്ല. എനിക്ക് നല്ലൊരു ട്രൂപ്പുണ്ട്. അത് നമ്മുടെ കേരള ബ്രാഹ്മിൺസ് തന്നെയാണ്. അവർ ഒരു 4 ആളുണ്ട്. 4 ആളിലെന്ന് പറഞ്ഞാൽ മെയിൻ ആൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ അവരുടെ ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ 3ാമത്തെ ആൾ അവൈലബിൾ അല്ലെങ്കിൽ വേറൊരാൾ വരും. അതൊക്കെ അവർ അറേഞ്ച് ചെയ്തോളും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് കല്ല് ധരിക്കാറില്ല, സ്റ്റോൺ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ദോഷമാണെന്ന് ജാതകം പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാ സൈസിലുള്ള സ്റ്റോണുകളുണ്ട്. ശരിക്കുള്ളൊരു മാർവാടി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ ഡീലറാണ്. അയാൾ രാജസ്ഥാനിയാണ്. അയാൾ സ്വന്തം ഈ ക്വാറിയിൽ നിന്ന് വരുന്ന ശരിയായിട്ടുള്ള ഒറിജിനൽ സ്റ്റോൺ വരുന്നത് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നിട്ട് എനിക്കും തരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഓൾ ഇന്ത്യയിൽ അയാൾ ഏതാണ്ട് 350 അസ്ട്രോളജേഴ്സിൻ്റെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരുപാട് ഇവിടെയൊക്കെ കടകളിലൊക്കെ ചില കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് തരുന്ന ഒരു ആസ് എ ബിസിനസ് പ്രൊമോഷൻ, ഒരു പ്രൊമോഷണൽ ബേസിസിലാണ്. കാരണം ആ ഒറിജിനൽ റേറ്റ് അയാൾ തരും. ഈ റേറ്റിൽ പണ്ഡിറ്റ്ജി വിറ്റാൽ മതി എന്ന് പറയും.
ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കല്ലുകൾ സ്വല്പം എക്സ്പെൻസീവ്, എങ്ങനെയാലും ഗോൾഡിലും വില കൂടിയാണ് കല്ലുകൾ. വില കൂടിയാണ്. അതെ, ഒരു ക്യാരറ്റിന് ഇപ്പം എൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം റെഡിലി അവൈലബിൾ ആയിട്ടുള്ള 2750 ആണ് പെർ ക്യാരറ്റ്. ഒരു 4 ക്യാരറ്റ് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് ആവില്ലേ. കൈ നോക്കിയിട്ട് കാര്യങ്ങൾ പ്രവചിക്കാറുണ്ടോ? കൈ നോക്കിയിട്ട് കാര്യങ്ങൾ ഞാൻ പ്രൊഫഷണലി പ്രവചിക്കാറില്ല. ഇല്ല, കാരണം ജാതകം നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ്. പിന്നെ കൈ നോക്കിയൊക്കെ പലരും മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ബാനർജിയാണ്. അവനോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ജോലി ഒരാഴ്ചക്കുള്ളിൽ നിൻ്റെ ജോലി പോകും, നിനക്ക് ജോലി ഇല്ലാണ്ടാവുന്നു. കാരണം അത് പറയാൻ കാരണം അവൻ എൻ്റെ അടുത്ത് കൈ കൊണ്ടുവന്ന് കാണിച്ചു. എനിക്ക് അവനോട് ആ കമ്പ്യൂട്ടറിൽ എന്നെ ടച്ച് ചെയ്യിപ്പിക്കാൻ ഒരു വൈരാഗ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വൈരാഗ്യ മനസ്സോട് കൂടിയായിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞത്. നമ്മളുടെ അതിനകത്ത് എന്തോ അങ്ങനെ ഒരു കടന്നുകൂടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, നിനക്ക് ഒരു ആഴ്ചക്കുള്ളിൽ നിൻ്റെ ഈ ജോലി പോകുമെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമായി. അത് യാഥാർത്ഥ്യമായി. ഒരു കള്ളക്കേസിൽ പിടിക്കപ്പെട്ടു. അയ്യോ. അവന് അത് കാരണം അതിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അത് ആൾക്കാരെല്ലാവരും പറഞ്ഞു, മൂന്തം പറഞ്ഞു അവൻ്റെ ജോലി കളഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം കൈ നോക്കാറില്ല. അതിനുശേഷം ഞാനത് ചെയ്യാറില്ല. ഇതിനിടയിൽ എപ്പോഴായിരുന്നു വിവാഹമൊക്കെ? വിവാഹം 78-ലായിരുന്നു. മിസ്സസിൻ്റെ വീടോടെ? ഞാറക്കല്ല. നാട്ടിൽ വെച്ചായിരുന്നു കല്യാണം? ഞാറക്കൽ വെച്ചായിരുന്നു കല്യാണം. പേരെന്താണ്? മിസ്സസിൻ്റെ പേര് ഗിരിജ എന്നാണ്. ഹൗസ് വൈഫാണോ? അതേ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. മക്കൾ എത്ര പേരാ? മക്കൾ 2 ആളുണ്ട്. എന്ത് ചെയ്യുന്നു മക്കൾ? ഒരാൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നെ ഈ NITയുടെ കമ്പ്യൂട്ടർ ഇതിൽ 2 വർഷത്തെ ഇത് പഠിച്ചു. അങ്ങനെ തന്നെ ഉടനെ ജോലിയായി 2 വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയുണ്ട്. മോളുടെ പേര് രജിരേഖ. രജിരേഖ. മോളുടെ പേര് അന്നപൂർണ. മകൻ്റെ പേര് മുരളീകൃഷ്ണ. അയാള് ഇപ്പം ഈ മാസ് മീഡിയയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പം ഇവിടെ തന്നെ വാശിയിൽ തന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്യണം. എന്തായാലും സമയക്കുറവ് കൊണ്ട് ഞാൻ നിർത്തണം, കാരണം താങ്കളോട് സംസാരിച്ചിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശരിക്കും സംസാരിക്കാം. അല്ല, അസ്ട്രോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നേരം വെളുത്താലും നമ്മൾ അവസാനിക്കില്ല. ഇപ്പോൾ കേരള വിഷൻ്റെ ഈ പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കാൻ കാണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ഭാവി ഉണ്ടാക്കട്ടെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം താങ്കളുടെ മുമ്പിൽ എനിക്ക് ഭാവി പറയാൻ പറ്റില്ല. എന്തായാലും ഇനിയും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം കാര്യമല്ല. വളരെ സന്തോഷം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളും ക്രൂ ആയിട്ട് എല്ലാവരും കൂടി ഇവിടെ വന്നതിൽ കേരള വിഷന് വളരെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ആയിട്ടുള്ള എല്ലാ ആശംസകളും. അത് തന്നെയല്ല, ഇനിയും കേരള വിഷൻ വളരെ ഫേമസ് ആകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകളിലും കേമമായ രീതിയിൽ കേരളത്തിലും ഇപ്പം ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോംബെയിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാം വന്ന് ഇത് ശരിക്ക് നമ്മളുടെ വേൾഡ് വൈഡായിട്ട് സ്പ്രെഡ് ആകട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട്, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി. ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഐ വിഷ് കേരള വിഷൻ ഓൾ ദ ബെസ്റ്റ്. ഒട്ടേറെ അറിവുകൾ തന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. പ്രശസ്ത ബോംബെയിലെ ജ്യോത്സ്യനായ CK മുകുന്ദനുമായിട്ടുള്ള അഭിമുഖം. ഇത് നമുക്കൊരു അനുഭവമായിരിക്കും. ഞാനിനി അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു വ്യവസായമായിട്ട് വീണ്ടും കടന്നു വരാം. ഞാനിപ്പോൾ വിട പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് ഇനി. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ കാലം പ്രസിഡൻ്റായിരുന്നത് ആരായിരുന്നു? ചോദ്യം ഒന്നുകൂടി: ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ കാലം പ്രസിഡൻ്റായിരുന്ന വ്യക്തി ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.